പ്രിയമുള്ളവരെ, നാം ഇന്ന് ഓർക്കുന്നത് ലാളിത്യത്തിലൂടെ വിശുദ്ധിയിലേക്കുള്ള വഴികാട്ടിയായ വിശുദ്ധ ഫെലിക്സിനെ കുറിച്ചാണ്. 16-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ സന്യാസിയായിരുന്നു വിശുദ്ധ ഫെലിക്സ് ചന്താലിഷ്. റോം നഗരത്തിലെ തെരുവുകളിൽ ഭിക്ഷാടനം നടത്തി ആശ്രമത്തിലെ അന്തേവാസികൾക്കും ദരിദ്രർക്കും വേണ്ടി ആഹാരം കണ്ടെത്തിയിരുന്ന ഇദ്ദേഹം തൻ്റെ വിനയവും എളിയ ജീവിതവും കൊണ്ട് റോമിലെ ജനങ്ങളുടെ പ്രിയങ്കരനായി മാറി. എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്ന സ്വഭാവമുണ്ടായിരുന്നതിനാൽ ദൈവത്തിന് നന്ദി എന്ന പേരിലാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. AD 1515 ഇറ്റലിയിലെ ചന്താലിഷിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് ഫെലിക്സ് ജനിച്ചത്. ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു ആട്ടിടയനായും കർഷക തൊഴിലാളിയായും ജോലി ചെയ്തു. വയലിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ കാളകൾ നിയന്ത്രണം വിട്ട് അദ്ദേഹത്തിൻ്റെ മുകളിലൂടെ വണ്ടി കയറിപ്പോയി. എന്നാൽ അത്ഭുതകരമായി ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. ഈ സംഭവം തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കാനുള്ള ദൈവവിളിയായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. 28-ാം വയസ്സിൽ അദ്ദേഹം ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ സന്യാസ സഭയിൽ ചേർന്നു. എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു സാധാരണ ആത്മായ സഹോദരനായി ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. സന്യാസ വ്രതവാഗ്ദാനത്തിന് ശേഷം അദ്ദേഹം റോമിലെ ആശ്രമത്തിലേക്ക് അയക്കപ്പെട്ടു. അവിടെ വെച്ച് ആശ്രമത്തിനു വേണ്ടിയുള്ള ഭിക്ഷാടകന്റെ ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു. തുടർന്നുള്ള 40 വർഷക്കാലം റോമിലെ തെരുവുകളിൽ അദ്ദേഹം നഗ്നപാതനായി നടന്ന് ഭിക്ഷയാചിച്ചു. ആരെങ്കിലും അദ്ദേഹത്തിന് ദാനമായി എന്തെങ്കിലും നൽകിയാലോ അതല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ അപമാനിച്ചാലോ ഒരേപോലെ അദ്ദേഹം ഉച്ചത്തിൽ പറയുമായിരുന്നു, ദൈവത്തിന് നന്ദി. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അദ്ദേഹത്തെ ഈ പേര് ചൊല്ലി വിളിക്കാൻ തുടങ്ങി. റോമിലെ മറ്റൊരു വലിയ വിശുദ്ധനായ ഫിലിപ്പ് നേരിയുമായി ഫെലിക്സിന് ആഴമേറിയ സൗഹൃദമുണ്ടായിരുന്നു. തെരുവിൽ വെച്ച് കാണുമ്പോൾ ഇരുവരും പരസ്പരം വിനയത്തോടെ വണങ്ങുകയും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. റോമിലെ തെരുവുകളിലെ കുട്ടികൾക്ക് ഫെലിക്സ് വലിയൊരു കൂട്ടുകാരനായിരുന്നു. അവർക്കായി അദ്ദേഹം ലളിതമായ ആത്മീയ ഗീതങ്ങൾ ഉണ്ടാക്കി പഠിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. അത്യന്തം മരിയഭക്തനായിരുന്ന ഫെലിക്സിന് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുകയും ഉണ്ണീശോയെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ എടുക്കാൻ നൽകുകയും ചെയ്തതായി ചരിത്രരേഖകളിൽ പറയുന്നു. അതുകൊണ്ട് പല ചിത്രങ്ങളിലും ഉണ്ണീശോയെ കൈകളിൽ ഏന്തിയ രൂപത്തിലാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കാറുള്ളത്. AD 1587 മെയ് 18 അദ്ദേഹം തൻ്റെ 72-ാം വയസ്സിൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നതിനെ തുടർന്ന് 1712 ക്ലെമന്റ് 11-ാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കപ്പൂച്ചിൻ സഭയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ സന്യാസിയാണ് ഇദ്ദേഹം. ഭിക്ഷാടകർ, കപ്പൂച്ചിൻ ആത്മായ സഹോദരന്മാർ, കുട്ടികൾ എന്നിവരുടെ കാവൽ വിശുദ്ധനായി ഇദ്ദേഹം വണങ്ങപ്പെടുന്നു. മെയ് 18 സഭ ഇദ്ദേഹത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്നത്. വലിയ പദവികളോ പാണ്ഡിത്യമോ ഇല്ലാതെ തന്നെ നിത്യജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എങ്ങനെ വിശുദ്ധി പ്രാപിക്കാം എന്ന് വിശുദ്ധ ഫെലിക്സ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.